ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ അടിമുടി പറയ്ക്കും. പാകിസ്ഥാനിലെ പട്ടാളക്കാരുടെ കാര്യം പറയുകയും വേണ്ട. ISIയുടെ സ്പെഷ്യൽ ഓഫീസർമാർ പോയിരുന്ന ഒരു ട്രെയിനാണ് ജാഫർ എക്സ്പ്രസ്. അതുപോലും BLA തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ BLA പേടിയിൽ ബലൂജ് മേഖലയിലുള്ള സകലരെയും പേടിച്ച് വിറച്ച പാകിസ്ഥാൻ പട്ടാളം ഇപ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് പേടിച്ചു എന്നുള്ള വാർത്ത കൗതുകരമായ വാർത്തയായിട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 7 വയസ്സേ ഈ കുട്ടിക്കുള്ളൂ. ആ കുട്ടിയെ പേടിയാണ് പാകിസ്ഥാൻ. ആ കുട്ടിയെ ടെററിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കേസെടുത്ത് ജയിലിൽ അടച്ചേക്കാണ്. 7 വയസ്സുകാരൻ ടെററിസ്റ്റ്. ഇത് നിവൃത്തിയില്ലാത്ത അവിടുത്തെ മനുഷ്യാവകാശ സംഘടനകൾ ലിമിറ്റഡാണ് അവരുടെ പവേഴ്സ്, അവരുടെ പ്രവർത്തനവും വളരെ കുറവാണ്. പക്ഷെ അവരെല്ലാവരും 7 വയസ്സുകാരൻ എങ്ങനെ ടെററിസ്റ്റ് ആകുമെന്ന് ചോദിച്ച് വന്നു കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി കേസെടുക്കാൻ തീരുമാനിച്ചേക്കാണ് ഈ കുട്ടിയെ മോചിപ്പിക്കണമെന്നും. അല്ല, പാകിസ്ഥാനിലെ സുപ്രീം കോടതിക്ക് പോലും അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ എത്രമാത്രം അനീതിയായിരിക്കും. അല്ല, അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ണി കാണുന്നവരാ ഇവർ ടെററിസ്റ്റാണെന്നും പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കുന്നില്ല. അത് മാത്രവുമല്ല, ഒരുപാട് പേരെയും വധിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഈ ബലൂജ് മേഖലയിൽ നിന്ന് കാണാതാവുന്ന ആളുകളുടെ ഒരു സംഘടന പോലും ഉണ്ട്. അവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുന്ന സംഘടന. നിൽക്കുന്ന നിപ്പിൽ ആളുകളെ കാണാതാവും, അവരെ പറ്റി പിന്നെ അവരിങ്ങനെ വാനിഷ് ചെയ്ത് പോയി. എവിടേക്ക് പോയി അറിയത്തില്ല, അവർ വാനിഷ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ സംസ്കാരവും അവരുടെ ജീവിതവും പാകിസ്ഥാൻ്റെ മുഖ്യധാര സംസ്കാരവും ജീവിതവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒന്നല്ല. പിന്നെ അത് മാത്രവുമല്ല, പാകിസ്ഥാൻ്റെ ഭരണം നിർവഹണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പഞ്ചാബിൽ ആണ് നിശ്ചയിക്കുന്നത്. പഞ്ചാബ്, പിന്നെ കുറച്ച് സിന്ധും. ഏറ്റവും സമ്പന്നർ താമസിക്കുന്നത് ഇവിടെയാണ്. സമ്പന്നർ മാത്രമല്ല, മുസ്ലിങ്ങളെല്ലാം അഭിജാതരാണ് അവിടെ താമസിക്കുന്നത്. വരേണ്യ മുസ്ലിങ്ങൾ എന്നുവെച്ചാൽ അവർ വലിയ കക്ഷികളാണ്. അതിൽ കുറേ പേരെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യൻ ബ്ലഡ് അവകാശപ്പെടുന്നവരുണ്ട്, ഇറാൻ്റെയും ഇറാഖിൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്നവരുണ്ട്, യമൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരുണ്ട്. അങ്ങനെ വളരെ അഭിജാതരും അവരുടെ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അവരുടെ നിറവ്യത്യാസമുണ്ട്, അവരുടെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ ശരാശരി പഞ്ചാബികളുമായിട്ട് അവിടുത്തെ പാകിസ്ഥാൻകാരുമായിട്ട് പാകിസ്ഥാനിലെ പഞ്ചാബികളുമായിട്ട് നോക്കുമ്പോൾ ഇവർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ടുള്ള അഭിജാത വർഗമായിട്ട് അവരെ അംഗീകരിക്കുകയും അവരെ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പാകിസ്ഥാനിലും ഒരു 3-4 കുടുംബങ്ങളാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്. നവാസ് ഷെരീഫിൻ്റെ കുടുംബം, പിന്നെ ഭൂട്ടോയുടെ കുടുംബം, ഇടയ്ക്ക് ചില വിപ്ലവങ്ങൾ വരുത്തിയിട്ട് ഒരു നവാസ് ഷെരീഫ് എന്നാണ് പട്ടാള അട്ടിമറിയൊക്കെ വരികയും അങ്ങനെ യഹിയ ഖാൻ വന്നിട്ടുണ്ട്. അങ്ങനെ അസീം മുനീറാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അസീം മുനീറാണ് ഇപ്പോൾ. അസീം മുനീർ ചൈനയിൽ പോകുന്നു, അസീം മുനീർ അമേരിക്കയിൽ പോകുന്നു, അസീം മുനീർ യൂറോപ്യൻ യൂണിയനിൽ പോകുന്നു, അസീം മുനീർ പാകിസ്ഥാനിൽ മറ്റു രാജ്യങ്ങളിൽ പോകുന്നു. അസീം മുനീറാണ് സത്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഭരണം നടക്കുന്നത്. അവിടെ ഒരു പ്രൈം മിനിസ്റ്ററൊക്കെ ഉണ്ട്, എന്താണ് ഷഹബാസ് ഷെരീഫ്. അയാൾക്ക് വിശേഷിച്ച് ജോലിയൊന്നുമില്ല, വീട്ടിലിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഷഹബാസ് ഷെരീഫിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. മുഴുവൻ വരുന്നത് അസീം മുനീറാണ്. അസീം മുനീറിനൊരു വേറൊരു പ്രത്യേകതയുണ്ട്. അസീം മുനീർ എന്താണെന്ന് വെച്ചാൽ, അസീം മുനീർ ഒരു പട്ടാളക്കാരൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ജിഹാദിയാണ്. അസീം മുനീർ പറയുന്നത് ഇത് റിലീജിയസ് ആയിട്ട് നടത്തേണ്ട ഒരു യുദ്ധമാണ് എന്നാണ്. അതിന് അസീം മുനീർ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഉദാഹരണം ശ്രദ്ധിക്കേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ, CIA ഉണ്ടാക്കിയില്ല അമേരിക്ക. ആ CIA ഒരു റിലീജിയസ് ഓർഗനൈസേഷനായിട്ട് ഉണ്ടാക്കിയതാണ്. CIA ശരിക്ക് വെള്ളക്കാരായ അമേരിക്കൻ ജനിച്ച വെള്ളക്കാരായ ക്രിസ്ത്യാനികൾ, അത് മറ്റേ അവിടുത്തെ കത്തോലിക്കരുമാകാം അകത്തോലിക്കരുമാകാം, അവർ ഉൾപ്പെടുന്നൊരു സംഘമാണ് ഇതിനകത്തുള്ളത്. അവർക്ക് എല്ലാ ഞായറാഴ്ചയും അതിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർക്ക് റിലീജിയസ് റിട്രീറ്റ് ഉണ്ട്. CIA
CIA വളർത്തിയെടുത്തത് ഒരു മതസംഘടനയായിട്ടാണ് വളർത്തിയെടുത്തത്. അതിൻ്റെ ഈ ലോയൽറ്റി ഉറപ്പിക്കുന്നതിന് വേണ്ടി മതത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. CIA ഇപ്പോൾ ഒരുപാട് മുസ്ലിം ഓഫീസർമാരൊക്കെ ഉണ്ട് ഇപ്പോൾ. ഏത്? CIA വളരെ കുറവാണ്. അതിപ്പോൾ വന്നാൽ പോലും ഇപ്പോഴും ട്രെയിനിങ് അങ്ങനെ തന്നെയാണ്. അവരൊന്നും ആ പ്രദേശത്തേക്ക് അടുപ്പിക്കില്ല. ഇതിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ ഇവരാരും ഇല്ല. കാരണം CIA ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗവേഷണ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഞാനത് വായിച്ചാണ്. ദ ഗോസ്പൽ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ ബാക്കി പേര് ഞാനിപ്പോൾ മറന്നുപോയി. അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്ന ആരാണെന്ന് വെച്ചാൽ മറ്റേ ജെസ്യൂട്ട് സഭക്കാരും കൊടുക്കുന്നുണ്ട് ഇവർക്ക് ട്രെയിനിങ്. അത് റിലീജിയസ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ആ റിലീജിയസ് ട്രെയിനിങ് കൊടുത്ത് രാജ്യത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ അത് പറ്റും എന്ന് അവർ കണ്ടെത്തി. കാരണം ഒരു രഹസ്യാന്വേഷണ വിഭാഗമായതുകൊണ്ട് അതിന് മതപരമായൊരു കമ്മിറ്റ്മെൻറ്റ് കൂടി ഉണ്ടെങ്കിലേ ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തോട് കമ്മിറ്റഡ് ആകൂ എന്ന വിശ്വാസത്തിലാണ് അമേരിക്ക ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇയാളുടെ അടുത്ത് പകർത്തിക്കൊണ്ടിരിക്കുന്നത് അസീം മുനീർ. അപ്പോൾ അസീം മുനീർ പറയുന്നത് നിങ്ങൾ അത് ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യ രാജ്യത്തിൽ അവിടുത്തെ ന്യൂക്ലിയസ് എന്ന് പറയാവുന്ന പോലീസ് ഫോഴ്സിനാണ്. അത് ഭരണത്തെ നിലനിർത്തുന്ന ഇവരൊക്കെയാണല്ലോ ഭരണത്തെ നിലനിർത്തുന്നത്. ആ നിലനിർത്തുന്നവർ ഭരണം ഏത് മാറിയാലും അവരുടെ കമ്മിറ്റ്മെൻറ്റ് ആ രാജ്യത്തോടുണ്ടാക്കുന്നത് അവർക്ക് മതപരമായ കമ്മിറ്റ്മെൻറ്റ് കൂടി വരുമ്പോഴാണ് എന്നുള്ളത് കൊണ്ട് ചെറുപ്പം മുതൽ തന്നെ ഒരു മുസ്ലിയാരുടെ മകനായി ജനിച്ച ഒരു മൊല്ലാക്കയുടെ മകനായി ജനിക്കുകയും മദ്രസ വിദ്യാഭ്യാസം കിട്ടുകയും ഖുറാൻ പഠിക്കുകയും ചെയ്തിട്ടുള്ള ഈ അസീം മുനീർ ഇതിനെ മൊത്തത്തിൽ ഒരു ജിഹാദ് സംഘമായിട്ടാണ് സൈന്യത്തെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ജിഹാദാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അസീം മുനീർ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിഹാദ് ലക്ഷ്യമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അമുസ്ലിങ്ങളെ മുഴുവൻ ഫിനിഷ് ചെയ്യണം. അത് അവിടെ മാത്രം പോരാ, ലോകത്ത് എവിടെ അമുസ്ലിങ്ങളുണ്ടോ അവരെയൊക്കെ ഫിനിഷ് ചെയ്യണം. ഈ ഞാനും എൻ്റെ മതവുമാണ് സർവോത്കൃഷ്ടം എന്ന് വിശ്വസിക്കുന്നവനെ പോലത്തെ അപകടകാരി ലോകത്ത് വേറെയില്ല. എനിക്ക് എൻ്റെ മതത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയാം, പക്ഷേ അതാണ് സർവോത്കൃഷ്ടം, അതല്ലാത്തതും എല്ലാം നികൃഷ്ടങ്ങളാണ് എന്ന് വാദിക്കുന്നവൻ എന്തായാലും ശരിയാണ് ഒരു സമകാലിക സമൂഹത്തിന് ഭീഷണിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും തർക്കമില്ല. ഭീഷണിയാണത്. ഇത് ബീലിലേക്ക് നേരെയും ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആളുകൾക്ക് നേരെയുമുള്ളത് ഈ മതപരമായ വ്യത്യാസം തന്നെയാണ്. ഞാൻ കേട്ടത് അവർ ഈ പരമ്പരാഗത മുസ്ലിം രീതിയിലൊന്നുമല്ല ബലൂജിലെ ആളുകൾ. അവിടെ ചില ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്, അവർക്ക് അതിനോടൊന്നും ഒരു പുച്ഛവും ഇല്ല, വലിയ ആദരവോടെ അവർ പരിപാലിക്കുന്നുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ബലൂജ് മേഖലയിലുള്ളത്. പിന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ കാശ്മീർ പോലെയല്ല. ബലൂജ് 1947 ഓഗസ്റ്റ് 14 ഇന്ത്യക്കും പാകിസ്ഥാനും ഒക്കെ സ്വാതന്ത്ര്യം കിട്ടിയ 14 15 പാകിസ്ഥാനും 14 തീയതിയായി. അതേ സമയത്ത് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് കലാത്ത്. കലാത്ത് എന്ന് പറയുന്ന ഈ ഇപ്പോഴത്തെ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം കൊടുക്കാൻ മൗണ്ട് ബാറ്റൻ, നെഹ്റു, ജിന്ന, കലാത്തിലെ ഖാൻ ഭരണാധികാരി ഇവർ ഒരുമിച്ചൊരു കരാർ ഒപ്പിട്ടു. അങ്ങനെ കലാത്ത് സ്വതന്ത്ര രാജ്യമായി. പിന്നീട് ഇതേ കരാർ ഒപ്പിട്ട ജിന്ന പട്ടാളത്തെ അയച്ച് പിടിച്ചെടുത്തതാണ് ഈ ബലൂചിസ്ഥാൻ. അതിൻ്റെ കാരണമുണ്ട്, അവിടുത്തെ മിനറൽസാണ്. അതെ, അവിടെ വലിയ ധാതു സമ്പത്തുണ്ട്. ആ ധാതു സമ്പത്ത് പാകിസ്ഥാനിലെ പഞ്ചാബ് ബേസിൽ പാകിസ്ഥാനിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നല്ലാതെ അവിടെ വികസനം എത്തിച്ചിട്ടില്ല ഇതുവരെ. അത് തിരിച്ചറിയുന്ന ആളുകളാണ് ബലൂജിൽ ജീവൻ കൊടുത്തും സമരം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം ഈ ഏത് പ്രദേശത്തായാലും ഒരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുമ്പോൾ ആ പ്രദേശത്തേക്ക് അടിസ്ഥാന വികസനങ്ങൾ ചെല്ലുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഛത്തീസ്ഗഡിൻ്റെ കാര്യം, ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ ഈ കാലങ്ങളിലൊക്കെ MP MLA ഒക്കെ ഉണ്ടായിട്ടില്ലേ? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് അവിടുത്തെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു വന്ന ഈ MPക്കും MLAക്കും അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നില്ലേ? അവർ ചെയ്തിട്ടില്ല. ഏതായാലും നമ്മൾ ബലൂജിൻ്റെ കാര്യം പറയുമ്പോൾ ബലൂചിസ്ഥാനെ കൊള്ളയടിച്ച് പാകിസ്ഥാൻ്റെ ഭൂവിസ്തൃതിയിൽ 45% ബലൂജ് മേഖലയാണ്. സമ്പത്തുണ്ടാവുന്ന ധാതു സമ്പത്തിൻ്റെ മഹാഭൂരിപക്ഷവും ബലൂജിയാണ്. ഇത് മുഴുവൻ ഊറ്റിക്കൊണ്ടുപോയിട്ട് ആ ജനതയെ അടിമകളെ പോലെ കാണുന്ന
പാകിസ്ഥാൻ അവിടുത്തെ കുഞ്ഞുങ്ങളെ പോലും പേടിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത പറയുന്നത്. അല്ല, അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇയാൾക്ക് ഇപ്പോൾ ഈ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലോകത്ത് ഒരാളിലും വിശ്വാസമില്ല, അയാളിലൊഴികെ. അതെ. അപ്പോൾ ഈസ് ദ മോസ്റ്റ് ലോൺലി പേഴ്സൺ ഇൻ പാകിസ്ഥാൻ. അയാൾക്ക് അയാളുടെ തലയിണയെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അയാൾ ഇരിക്കുന്നത്. ഷഹാസ് ഷെരീഫ് അതിനേക്കാൾ കഷ്ടമാണ്. കാരണം എപ്പോഴാണ് എന്നെ വന്നിട്ട് തടവിലാക്കണമെന്ന് അറിയാൻ പറ്റില്ല. തടവിലാക്കി. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ അതിന് മുമ്പൊരു ക്രിക്കറ്റുകാരനുണ്ടായിരുന്നില്ലേ, ഇമ്രാൻഖാൻ. എവിടെയാണെന്നൊരു ജയിലിലാണ്. പുറത്തുവിടില്ല. അപ്പോൾ ഏതായാലും കുഞ്ഞുങ്ങളെ പോലും ഭയപ്പെടുകയാണ് പാകിസ്ഥാൻ. കുഞ്ഞുങ്ങളെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഏകാധിപതികളുടെ ശീലമാണ്. അതെ അതെ. അത് ഈ ഒരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ ഭ്രൂണഹത്യ നടത്തുന്നതിൽ മത്സരിച്ചിട്ടുള്ള ഒരാൾ ദേവേന്ദ്രൻ. ഈ ദേവേന്ദ്രൻ അല്ല, നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ലേ, യേശുദേവന്റെ കഥ അറിയാം, കൃഷ്ണന്റെ കഥ അറിയാം, കുഞ്ഞുങ്ങളെ പോലും ഭയപ്പെട്ട ഭരണാധികാരികൾ. അല്ല, ദേവേന്ദ്രനുണ്ട്. ദേവേന്ദ്രൻ എന്നിട്ട് ഗർഭം അലസിപ്പിച്ച് കളഞ്ഞു. ഈ ദേവേന്ദ്രൻ സാമാന്യത്തിലേറെ ചെറ്റയാണ് കേട്ടോ, ചെറിയ കക്ഷിയല്ല. പിന്നെ യേശുദേവൻ അവൻ ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോകും എന്നറിഞ്ഞ ഉടനെ എന്നാൽ പിന്നെ ഈ പ്രായത്തിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് പറയണത്. ശ്രീകൃഷ്ണൻ്റെ അവസ്ഥ ഇത് മുഴുവത്തിന് അങ്ങനെയുള്ള പൂതനെയൊക്കെ ചെല്ലുന്നത്. അതെ അതെ, കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏകാധിപതികളെല്ലാം കുഞ്ഞുങ്ങളെ വരെ പേടിക്കും. പാകിസ്ഥാൻ ഇന്നിപ്പോൾ ഏകാധിപത്യ രാജ്യമാണ് എന്നുള്ളതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ വരെ ജയിലിലടക്കുന്നു, അവരെ ടെററിസ്റ്റാക്കി പരിഗണിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.